നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ ഭക്ഷ്യവില ഉയരാനും അവശ്യവസ്തുക്കളുടെ ക്ഷാമമുണ്ടാകാനും സാധ്യത. വിലവർധന ഉണ്ടാകുന്നത് മിഡിൽ ഈസ്റ്റ് സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ ഇന്ധന ചെലവുകൾ കുത്തനെ ഉയർന്ന പശ്ചാത്തലത്തിൽ. പ്രതിസന്ധിയിൽ രാജ്യത്തെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളായ ടെസ്കോ, സാനിസ്ബറി, മൊറിസൺ എന്നിവയുടെ മേധാവികളുമായി ചാൻസലർ റേച്ചൽ റീവ്സ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സർക്കാരിന്റെ ലക്ഷ്യം വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഭാവിയിൽ ഉണ്ടാകാവുന്ന ആഘാതങ്ങളും നിയന്ത്രിക്കുക. വേനൽക്കാലത്തോടെ വില വർദ്ധിക്കാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ. സ്കോട്ടിഷ് പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ റിഫോം യുകെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി മാറുമെന്ന് പുതിയ സർവേ ഫലം. നൈജൽ ഫരാജിന്റെ പാർട്ടി സ്കോട്ടിഷ് പാർലമെന്റിൽ 19 സീറ്റുകൾ കരസ്ഥമാക്കും. ലേബർ പാർട്ടിക്ക് 18 സീറ്റുകളും കൺസർവേറ്റീവ് പാർട്ടിക്ക് 13 സീറ്റുകളും സ്കോട്ട്സ് ഗ്രീൻസിന് 10 സീറ്റുകളും ലിബറൽ ഡെമോക്രാറ്റുകൾക്ക് 7 സീറ്റുകളും ലഭിക്കുമെന്ന് സർവേ പ്രവചനം. മെയ് 7 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ SNP 62 സീറ്റുകൾ നേടുമെന്നും റിപ്പോർട്ട്. പുറത്തു വന്നത് 1000-ലധികം സ്കോട്ടിഷ് വോട്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സർവേഷൻ നടത്തിയ അഭിപ്രായ സർവേയുടെ ഫലം. യുകെയിൽ കെയർ സ്റ്റാർമർ സർക്കാരിന് തലവേദന സൃഷ്ടിച്ച് ഡോക്ടർമാരുടെ സമരം ശക്തമാക്കാൻ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ. ശമ്പള തർക്കത്തിൽ സീനിയർ ഡോക്ടർമാർക്ക് പുറമെ കൺസൾട്ടന്റുമാർ മുതൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ വരെ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ നീക്കം. റെസിഡന്റ് ഡോക്ടർമാർ ഏപ്രിൽ 7 മുതൽ 13 വരെ 6 ദിവസം പണിമുടക്കും. ഈസ്റ്റർ സമയത്ത് ആരോഗ്യ മേഖലയിൽ കടുത്ത പ്രതിസന്ധി. രോഗികളും NHS ജീവനക്കാരും കടുത്ത പ്രതിസന്ധി. ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്നും പിന്മാറ്റം പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധത്തിൽ നിന്നും പിന്മാറുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ഔദ്യോഗിക ഉടമ്പടികൾക്ക് കാത്തു നിൽക്കാതെ അധിനിവേശം ഉടൻ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വൈറ്റ് ഹൌസ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കത്തിന് സുരക്ഷയൊരുക്കാൻ ഇനി മറ്റു രാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്നും അമേരിക്കയുടെ താൽപര്യങ്ങൾ മാത്രമാണ് തനിക്ക് പ്രധാനമെന്നും ഡൊണാൾഡ് ട്രംപ്. US-ന്റെ പെട്ടെന്നുള്ള പിന്മാറ്റം അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക ചലനങ്ങൾക്ക് കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് US എത്രയും പെട്ടെന്ന് പിന്മാറണമെന്ന് അമേരിക്കക്കാരിൽ ഭൂരിഭാഗം പേരും കരുതുന്നതായി അഭിപ്രായ സർവേ റിപ്പോർട്ട്. അമേരിക്കക്കാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് റോയിട്ടേഴ്സ് ഇൻസോസ് അഭിപ്രായ സർവേയിൽ. US എത്രയും പെട്ടെന്ന് സംഘർഷം അവസാനിപ്പിക്കണമെന്ന് സർവേയിൽ അഭിപ്രായപ്പെട്ടത് 66% പേർ. സംഘർഷം ദീർഘകാലം തുടർന്നാലും ലക്ഷ്യങ്ങളെല്ലാം നേടുന്നതുവരെ സൈനിക ഇടപെടൽ തുടരണമെന്ന് 27% പേർ. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ അടിത്തറയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് സർവേയിൽ സൂചന. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ വൻകിട അമേരിക്കൻ കമ്പനികൾക്കെതിരെ മുന്നറിയിപ്പുമായി ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാന്റെ മുന്നറിയിപ്പ് ലഭിച്ചത് മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ, ഇന്റൽ, ബോയിങ് തുടങ്ങിയ കമ്പനികൾക്ക്. US-ഉം ഇസ്രായേലും നടത്തുന്ന കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും അമേരിക്കൻ IT കമ്പനികൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് IRGC. ഇറാനിൽ നടത്തുന്ന ഓരോ ഭീകരവാദ പ്രവർത്തനത്തിനും പകരമായി കമ്പനികളുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് IRGCയുടെ മുന്നറിയിപ്പ്. ഗൾഫ് മേഖലയിലെ US കമ്പനികളുടെ നിക്ഷേപം പ്രതിസന്ധിയിലാകും. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. രാജ്യത്തെ ഇന്ധനവിലയിൽ വൻ വർധനവ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറിന് ബുധനാഴ്ച വർദ്ധിപ്പിച്ചത് 195.5 രൂപ. വിമാന ഇന്ധനമായ ATF-ന്റെ വില ചരിത്രത്തിൽ ആദ്യമായി കിലോ ലിറ്ററിന് 2 ലക്ഷം രൂപ കടന്നു. വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിപ്പിക്കുന്നത് മാർച്ച് 1 ശേഷം ഇത് 3ാം തവണ. പ്രീമിയം പെട്രോളിന്റെ വില ലിറ്ററിന് 149 രൂപയിൽ നിന്ന് 160 രൂപയായി ഉയർത്തി. വൻ വിലക്കയറ്റത്തിന് പ്രധാന കാരണം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ഊർജ്ജ വിതരണ ശൃംഖലയെ ബാധിച്ചത്. മുൻ CPM നേതാവും മന്ത്രിയുമായിരുന്ന G. സുധാകരന്റെ നിലപാടുകളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി സഖാക്കൾ ഏതെങ്കിലും വ്യക്തിയെ ചാരിയല്ല, മറിച്ച് പ്രസ്ഥാനത്തോടൊപ്പമാണ് ഉറച്ചു നിൽക്കുന്നതെന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സംഭവിക്കുന്ന ഇത്തരം വ്യതിയാനങ്ങൾ വ്യക്തിപരമായ ജീർണതയുടെ ഭാഗമാണെന്നും മുഖ്യന്റെ പ്രതികരണം. BJP-യിൽ നിന്ന് 5000 വോട്ടും CPM-ൽ നിന്ന് 15000 വോട്ടും ലഭിക്കുമെന്ന സുധാകരന്റെ അവകാശവാദം കോൺഗ്രസ് നേതാക്കളുമായി ചേർന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് മുഖ്യന്റെ ആരോപണം. BJP-യുടെ വോട്ടുകളെ ആശ്രയിച്ച് ജയിക്കാൻ കണക്ക് കൂട്ടുന്ന G. സുധാകരൻ BJP-യുടെയും കൂടി സ്ഥാനാർത്ഥിയാണ് എന്ന് മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. മിഡിൽ ഈസ്റ്റ് സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ ഇന്ധന ചെലവുകൾ കുത്തനെ ഉയർന്ന പശ്ചാത്തലത്തിൽ യുകെയിൽ ഭക്ഷ്യവില ഉയരാനും അവശ്യവസ്തുക്കളുടെ ക്ഷാമമുണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് ആശങ്ക ഉയർന്നു. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളായ ടെസ്കോ, സാനിസ്ബറി, മൊറിസൺ എന്നിവയുടെ മേധാവികളുമായി ചർച്ച നടത്താൻ ചാൻസലർ റേച്ചൽ റീവ്സ് ബുധനാഴ്ച കൂടിക്കാഴ്ച നടത്തും. വിലക്കയറ്റവും ജീവിത ചെലവിലെ വർധനവും സംബന്ധിച്ച ആശങ്കകൾ ഉയർന്നതിനാൽ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഭാവിയിൽ ഉണ്ടാകാവുന്ന ആഘാതങ്ങളും വിലയിരുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. സ്ഥിതിഗതികൾ വിലയിരുത്താനുള്ള തുറന്ന ചർച്ചയാണിതെന്ന് ട്രഷറി വൃത്തങ്ങൾ അറിയിച്ചു.
നിലവിലെ ദീർഘകാല കരാറുകളും സംഭരണങ്ങളും കാരണം ഉടൻ വില ഉയരില്ല എങ്കിലും വേനൽക്കാലത്തോടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. കർഷകരെ പിന്തുണയ്ക്കുകയും ഇന്ധന വില കുറയ്ക്കുകയും ചെയ്യാത്ത പക്ഷം ഭക്ഷ്യവില ഉയരുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കൃഷി മേഖലയിൽ ചെലവുകൾ കുത്തനെ ഉയരുന്നത് ഗുരുതര പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നാണ് മുന്നറിയിപ്പ്. തക്കാളി, വെള്ളരി, ക്യാപ്സിക്കം, വഴുതന എന്നിവ വളർത്തുന്ന ഗ്ലാസ് ഹൌസ് കർഷകർക്ക് ഊർജ്ജ ചെലവ് വലിയ ഭാരമായി മാറിയിരിക്കുകയാണ്. ചെലവുകൾ ഉയർന്ന സാഹചര്യത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ കർഷകരുമായുള്ള കരാറുകൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കൂടാതെ ഏപ്രിൽ 1 മുതൽ വൈദ്യുതി വാതക ബില്ലുകളിൽ സ്ഥിര ചാർജുകൾ ഉയരുന്നതും പ്രശ്നം വഷളാക്കും. അടുത്ത ഏതാനും ആഴ്ചകളുള്ളിൽ തന്നെ പല പച്ചക്കറി കർഷകരും കൃഷി അവസാനിപ്പിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇത് വിപണിയിൽ വിലക്കുറവിനും സൂപ്പർമാർക്കറ്റ് ഷെൽഫുകളിൽ സാധനക്ഷാമത്തിനും വഴിവെക്കാൻ ഇടയുണ്ട്. വരുന്ന മെയ് മാസത്തിൽ നടക്കുന്ന സ്കോട്ടിഷ് പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ റിഫോം യുകെയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി മാറുമെന്ന് ഏറ്റവും പുതിയ സർവേ ഫലം. ഡിഫെ പാർട്ണർഷിപ്പിന് വേണ്ടി 1000-ലധികം സ്കോട്ടിഷ് വോട്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സർവേഷൻ നടത്തിയ അഭിപ്രായ സർവേയുടെ ഫലം പറയുന്നത് നൈജൽ ഫരാജിന്റെ പാർട്ടി സ്കോട്ടിഷ് പാർലമെന്റിൽ 19 സീറ്റുകൾ കരസ്ഥമാക്കും എന്നാണ്. അതേസമയം ലേബർ പാർട്ടിക്ക് 18 സീറ്റുകളും കൺസർവേറ്റീവ് പാർട്ടിക്ക് 13 സീറ്റുകളും സ്കോട്ട്സ് ഗ്രീൻസിന് 10 സീറ്റുകളും ലിബറൽ ഡെമോക്രാറ്റുകൾക്ക് 7 സീറ്റുകളുമാണ് സർവേ പ്രവചിക്കുന്നത്. മെയ് 7 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ SNP 62 സീറ്റുകൾ നേടുമെന്നും സർവേ പ്രവചിക്കുന്നു. അതായത് 3 സീറ്റുകൾ കൂടി വേണ്ടിവരും ഭൂരിപക്ഷം നേടാൻ എന്നർത്ഥം. മാർച്ച് 16-നും 23-നും ഇടയിലായി 1068 പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ സർവേയിൽ പാർലമെന്റ് മണ്ഡലങ്ങൾ 35% വോട്ടും പ്രാദേശിക ലിസ്റ്റിൽ 32% വോട്ടും നേടാൻ SNPക്ക് കഴിഞ്ഞിട്ടുണ്ട്. റിഫോമിന് യഥാക്രമം 19%-വും 18%-വുമാണെങ്കിൽ ലേബറിന് 19%-വും 17%-വുമാണ്. SNP നേതാവ് ജോൺ സ്വിനി ഇപ്പോഴും സ്കോട്ട്ലൻഡിലെ ഏറ്റവും അധികം ജനപ്രീതിയുള്ള രാഷ്ട്രീയ നേതാവായി തുടരുന്നു. -10% അദ്ദേഹത്തിന്റെ ജനപ്രീതി. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്ക് ഇത് -47-ഉം സ്കോട്ടിഷ് ലേബർ നേതാവ് അലസ് സർവാറിന് ഇത് -25%-വുമാണ്. നൈജൽ ഫരാജിന് സ്കോട്ട്ലൻഡിൽ -31% ജനപ്രീതിയാണ് ഉള്ളത്. ഗവൺമെന്റിനെ തലവേദന സൃഷ്ടിക്കാൻ ഡോക്ടർമാരുടെ സമരം ഘടിപ്പിക്കാൻ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ. ശമ്പളത്തർക്കത്തിൽ സീനിയർ ഡോക്ടർമാർക്ക് പുറമെ കൺസൾട്ടന്റുമാർ മുതൽ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെ വരെ സമരത്തിനിറക്കാനാണ് നീക്കം. ഇത് രോഗികൾക്കും മറ്റ് NHS ജീവനക്കാർക്കും കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കും. കൺസൾട്ടന്റുമാർ, സ്പെഷ്യലിസ്റ്റ്, അസോസിയേറ്റഡ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്കിടയിലാണ് സമരം നടത്താൻ BMA മെയ് 11 മുതൽ ബാലറ്റിംഗ് നടത്തുന്നത്. റെസിഡന്റ് ഡോക്ടർമാർ ഏപ്രിൽ 7 മുതൽ 13 വരെ 6 ദിവസം പണിമുടക്കാൻ ഒരുങ്ങുമ്പോഴാണ് യൂണിയൻ കളിമാറ്റി കളിക്കുന്നത്. ഈസ്റ്റർ ബാങ്ക് ഹോളിഡേക്ക് തൊട്ടു പിന്നാലെ സമരം തുടങ്ങുന്നതിനാൽ രോഗികൾ നല്ല രീതിയിൽ വിഷമിക്കുമെന്ന് ആശങ്കയുണ്ട്. അതേസമയം ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഓഫർ അംഗങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാൻ പോലും നിൽക്കാതെയാണ് BMA പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ഇതിൽ രൂക്ഷ വിമർശനം ഉയരുമ്പോഴാണ് അടുത്ത സംഘം സമരത്തിലേക്ക് നീങ്ങുന്നത്. ഇംഗ്ലണ്ടിലെ എല്ലാ സെക്കൻഡറി കെയർ ഡോക്ടർമാരും പണിമുടക്കിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് തെളിയുന്നതെന്ന് BMA മുന്നറിയിപ്പ് നൽകുന്നു. ഡോക്ടർമാർ ഒരേ സമയം സമരത്തിനിറങ്ങുന്നത് രോഗികൾക്ക് കനത്ത ആഘാതമാകും. ഒപ്പം കാത്തിരിപ്പ് ലിസ്റ്റ് കുറയ്ക്കുമെന്ന ലേബർ വാഗ്ദാനവും തിരിച്ചടി നേരിടും. സീനിയർ ഡോക്ടർമാരും മന്ത്രിമാരും തമ്മിൽ 3.5% ശമ്പള വർധന സംബന്ധിച്ച് നടന്ന ചർച്ചകൾ ഫലപ്രദമാകാതെ വന്നതാണ് ഈ നീക്കത്തിലേക്ക് നയിക്കുന്നതെന്നാണ് ആരോപണം. കഴിഞ്ഞ വർഷം ശരാശരി 1,47,000 പൗണ്ട് വരുമാനം കൈവരിച്ച കൺസൾട്ടന്റുമാരാണ് തങ്ങൾ 2008-2009 മുതൽ 26% വരുമാന നഷ്ടമുണ്ടായെന്നും ഇത് നികത്തി കിട്ടണമെന്നും ആവശ്യപ്പെടുന്നത്. 35% ഇവരുടെ ആവശ്യം. ചില ഡോക്ടർമാർക്ക് 1,00,000 പൗണ്ടിലേറെ വരുമാനം നൽകുമെന്ന് ഉറപ്പായിട്ടും തങ്ങൾ ഉന്നയിച്ച 26%-നടുത്ത് എത്തിയില്ല എന്ന് വാദിച്ചാണ് BMA ഓഫർ തള്ളിയത്. കരാറിൽ നിന്നും പിന്മാറുന്നത് തെറ്റായ തീരുമാനമാണ്. റെസിഡന്റ് ഡോക്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അവസരം പോലും നൽകാതെയുള്ള നീക്കം കൂടുതൽ പ്രശ്നമാണ് എന്ന് പ്രധാനമന്ത്രി ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ കുറിച്ചു. കൂടുതൽ മെച്ചപ്പെട്ട വരുമാനവും പുരോഗതിയും പിന്തുണയും ഓഫർ ചെയ്തത് നിഷേധിച്ചാൽ അവർക്ക് ഈ വർഷം കിട്ടാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് പേ അവാർഡ് മാത്രമാകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സമരങ്ങൾ നിരുത്തരവാദപരവും അപകടകരമാണെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്ട്രീറ്റിംഗ് കുറ്റപ്പെടുത്തി. റെസിഡന്റ് ഡോക്ടർമാർക്ക് അവർ ആവശ്യപ്പെട്ട ശമ്പള വർധന നൽകിയാണ് ലേബർ ഗവൺമെന്റ് ആദ്യഘട്ടം തൃപ്തിപ്പെടുത്തിയത്. എന്നാൽ വീണ്ടും റെക്കോർഡ് വർധന ഉന്നയിച്ചതോടെ ഗവൺമെന്റ് നിസ്സഹായരായി. 26% ശമ്പള വർധന ആവശ്യപ്പെട്ട് ഇത് 15ാം തവണയാണ് ഇവരുടെ സമരം. കൂടുതൽ ഓഫർ ചെയ്യണമെന്നാണ് BMAയുടെ നിലപാട്. ഇറാനിലെ യുദ്ധവും പണപ്പെരുപ്പവും കൂടുതൽ ഓഫറുകൾ അനിവാര്യമാക്കുന്നുവെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആശുപത്രികളിലെ അക്രമ സംഭവങ്ങളിൽ ഇടപെടൽ നടത്തുന്നതിനായി വയലൻസ് പ്രിവെൻഷൻ ടീം എന്ന പേരിൽ വെയിൽസിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ കാര്യക്ഷമതയെക്കുറിച്ച് കാർഡിഫ് യൂണിവേഴ്സിറ്റി ഓഫ് യോർക്ക്, സ്വാൻസി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നടന്ന പഠനത്തിൽ അക്രമ സംഭവങ്ങൾ കുറയ്ക്കുന്നതിൽ ഈ പദ്ധതി ഫലപ്രദമാണ് എന്ന് കണ്ടെത്തി. തുടർച്ചയായുള്ള അക്രമങ്ങൾ തടയുന്നതിനും ഭാവിയിൽ ഉണ്ടായേക്കാവുന്നവ ഒഴിവാക്കുന്നതിനുമാണ് വയലൻസ് പ്രിവെൻഷൻ ടീം ശ്രദ്ധയൂന്നുന്നത്. പ്രത്യേക പരിശീലനം നേടിയ നഴ്സുമാർ, അഭിഭാഷകർ എന്നിവരിൽ ഉൾപ്പെടുന്നതാണ് നേരിട്ട് A&E വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ടീം. അക്രമങ്ങൾക്കിരയായ വ്യക്തികളെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങൾ, അപകട സാധ്യതകൾ എന്നിവ വിശകലനം ചെയ്യുകയും അടിയന്തര സഹായങ്ങൾ ഒരുക്കുകയും രോഗികളെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്യും. 2019 കാർഡിഫിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ഓഫ് വെയിൽസിലാണ് ഇത്തരമൊരു പദ്ധതി പരീക്ഷണാർത്ഥം ആദ്യമായി നടപ്പിലാക്കിയത്. പിന്നീട് 2023 സ്വാൻസിയിലെ
മോർസ്റ്റോൺ ഹോസ്പിറ്റലിലും ഇത് നടപ്പിലാക്കി. ഇതുമായി നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് A&E അടിസ്ഥാനമായ പൊതുജനാരോഗ്യ സമീപനം തുടർ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ഫലപ്രദമാണ് എന്നാണ്. ഇതുവഴി എമർജൻസി വിഭാഗത്തിനുമേലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയുമെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു. UK-യിലെ ഡെർബിയിൽ ആൾക്കൂട്ടത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റി 7 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിയുടെ പേര് പുറത്തുവിട്ട് പോലീസ്. മലയാളിയായ സന്ധു പൊന്നച്ചനാണ് അപകടമുണ്ടാക്കിയ ഡ്രൈവർ എന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവം നടന്ന ശനിയാഴ്ച രാത്രി കറുത്ത സുസുക്കി സ്വിഫ്റ്റ് ഓടിച്ചിരുന്ന പ്രതി അപകടം നടന്ന ഉടൻ സംഭവ സ്ഥലത്ത് നിന്ന് കാറുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പോലീസ് പിന്തുടർന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു. കൊലപാതക ശ്രമം, അപകടകരമായ ഡ്രൈവിംഗ്, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കൂടാതെ ആയുധം കൈവശം വെച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റിമാൻഡ് ചെയ്ത പ്രതിയെ സൗത്ത് ഏൺ ഡെർബിഷെയർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഡെർബിയയിലെ അൽവാസ്റ്റൺ ചാരിയറ്റ് ക്ലോസിലാണ് പ്രതി താമസിക്കുന്നത്. 36-കാരനായ ഇയാൾ UK-യിലെത്തിയത് ആശ്രിത വിസയിലാണ്. എന്നാൽ പങ്കാളിയുമായി വേർപിരിഞ്ഞു കഴിയുകയാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രതി ഇടയ്ക്ക് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 4 പേരെ ഡിസ്ചാർജ് ചെയ്തു. അപകടത്തിൽ പരിക്കേറ്റവർക്ക് പിന്തുണയായി പോലീസ് സജീവമാണ്. ഇന്ത്യയിൽ നിന്നുള്ളയാളായ പ്രതി മലയാളിയാണെന്ന അനൌദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് പോലീസ് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിരുന്നില്ല. സംഭവത്തിൽ ഭീകരവാദ സാധ്യത പരിശോധിച്ചെങ്കിലും നിലവിൽ അത് ഭീകരാക്രമണം എന്ന നിലയിൽ കാണുന്നില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. ശനിയാഴ്ച രാത്രി ഫ്രെയർ ഗേറ്റ് പ്രദേശത്താണ് സംഭവം നടന്നത്. കറുത്ത സുസുക്കി സ്വിഫ്റ്റ് കാർ ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഗുരുതരമായി പരിക്കുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ 6 കേസുകളും അപകടകരമായ ഡ്രൈവിംഗ്, ആയുധം കൈവശം വെച്ച് തുടങ്ങിയ കുറ്റങ്ങളുമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സംഭവം ഡെർബിയിലും പരിസര പ്രദേശങ്ങളിലും ആശങ്കയും ഞെട്ടലും ഉണ്ടാക്കിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ഫോണിലെ വീഡിയോകൾ, ഡാഷ് കാം രേഖകൾ എന്നിവ കൈവശമുള്ളവർ സമീപിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. ഇറാനുമായുള്ള യുദ്ധത്തിൽ US ഇനി അധികകാലം സജീവമായി ഇടപെടില്ല എന്ന് സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ പിന്മാറുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനുമായുള്ള ഔദ്യോഗിക ഉടമ്പടികൾക്ക് കാത്തു നിൽക്കാതെ അധിനിവേശം ഉടൻ അവസാനിപ്പിക്കാനാണ് വൈറ്റ് ഹൌസ് ലക്ഷ്യമിടുന്നതെന്നാണ് വിവരം. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കത്തിന് സുരക്ഷയൊരുക്കാൻ ഇനി മറ്റു രാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്നും അമേരിക്കയുടെ താൽപര്യങ്ങൾ മാത്രമാണ് തനിക്ക് പ്രധാനമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വരും ദിവസങ്ങൾ നിർണായകമാണെന്നും മറ്റ് സഖ്യകക്ഷികൾ സ്വന്തം സുരക്ഷയ്ക്കായി പോരാടാൻ ശീലിക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. US-ന്റെ പെട്ടെന്നുള്ള പിന്മാറ്റം അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക ചലനങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഓവൽ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇറാനിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് വ്യക്തമാക്കിയത്. ഇറാൻ വിടുക എന്നത് മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ളത്. അത് ഞാൻ അധികം വൈകാതെ ചെയ്യും. അതോടെ അവർ തകർന്നടിയും. ഞങ്ങൾ ദൗത്യം പൂർത്തിയാക്കുകയാണ്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിലോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ ദൗത്യം പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് ട്രംപിനെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്തു. മേഖലയിൽ നിന്നുള്ള US-ന്റെ പിന്മാറ്റം ഇറാനുമായി ഒരു കരാറിലെത്തുന്നതിനെ ആശ്രയിച്ചല്ല എന്ന കാര്യവും ട്രംപ് ഊന്നി പറഞ്ഞു. അവർ ഞാനുമായി ഒരു കരാറിൽ ഏർപ്പെടേണ്ടതിന്റെ ആവശ്യമില്ല. US-ഉം ഇറാനും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടോ ഇല്ലയോ എന്നതിന് തൽക്കാലം പ്രസക്തിയില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാന്റെ ആണവശേഷി ഗണ്യമായി കുറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടാലുടൻ US പിന്മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടിയെടുത്തില്ല എങ്കിലും ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് US എത്രയും പെട്ടെന്ന് പിന്മാറണമെന്ന് അമേരിക്കക്കാരിൽ ഭൂരിഭാഗം പേരും കരുതുന്നതായി അഭിപ്രായ സർവേ റിപ്പോർട്ട്. റോയിട്ടേഴ്സ് ഇപ്സോസ് അഭിപ്രായ സർവേയാണ് അമേരിക്കക്കാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഘർഷം ഇന്ധനവില വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് പൊതുജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചു വരുന്നതിനാണ് ഇത്തരമൊരു അഭിപ്രായം ഭൂരിഭാഗം ജനങ്ങളിലും ഉളവായിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. പ്രതികരിച്ചവരിൽ 66% പേരും US എത്രയും പെട്ടെന്ന് സംഘർഷം അവസാനിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. സംഘർഷം ദീർഘകാലം തുടർന്നാലും ലക്ഷ്യങ്ങളെല്ലാം നേടുന്നതുവരെ സൈനിക ഇടപെടൽ തുടരണമെന്നാണ് 27% പേരുടെ അഭിപ്രായം. 6% പേർ പ്രതികരിച്ചില്ല. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ അടിത്തറയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് സർവേ സൂചിപ്പിക്കുന്നു. പ്രതികരിച്ച റിപ്പബ്ലിക്കൻ അനുകൂലികളിൽ 57% പേർ US ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ സംഘർഷം തുടരുന്നതിനെ പിന്തുണച്ചപ്പോൾ 40% പേർ US എല്ലാ ഫലങ്ങളും നേടാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. റോയിട്ടേഴ്സ് ഇപ്സോസ് സർവേ പ്രകാരം പ്രതികരിച്ചവരിൽ 60% പേർ ഇറാനിൽ US സൈനിക ആക്രമണത്തെ അംഗീകരിച്ചില്ല. അതേസമയം 35% പേർ അംഗീകരിച്ചു. വെള്ളിയാഴ്ച മുതൽ ഞായർ വരെ 1021 പ്രതികരിച്ചവരിൽ നിന്നാണ് ഈ അഭിപ്രായ സർവേ നടത്തിയത്. പ്രതികരിച്ചവരിൽ പകുതിയിൽ കൂടുതൽ പേരും സംഘർഷം അവരുടെ വ്യക്തിഗത സാമ്പത്തിക സാഹചര്യങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് കരുതുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ, ഇന്റൽ, ബോയിങ് തുടങ്ങിയ വൻകിട അമേരിക്കൻ കമ്പനികൾക്കെതിരെ മുന്നറിയിപ്പുമായി ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. US-ഉം ഇസ്രായേലും നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയായി ഈ കമ്പനികളെ ലക്ഷ്യങ്ങളായി പരിഗണിക്കുമെന്ന് IRGC പറഞ്ഞു.
കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും അമേരിക്കൻ IT കമ്പനികളും നിർമ്മിത ബുദ്ധി കമ്പനികളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് IRGC പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാനിൽ നടത്തുന്ന ഓരോ ഭീകരവാദ പ്രവർത്തനത്തിനും പകരമായി ഈ കമ്പനികളുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് IRGC പ്രഖ്യാപിച്ചതായി പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. യുദ്ധം മുറുകിയതോടെ ഗൾഫ് മേഖലയിലെ US കമ്പനികളുടെ നിക്ഷേപം പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയുണ്ട്. ഈ മാസം ആദ്യം UAE-യിലെ ആമസോൺ വെബ് സർവീസസിന്റെ ഡേറ്റാ സെന്ററുകളിൽ ഡ്രോണുകൾ പതിച്ചതായി കമ്പനി സ്ഥിരീകരിച്ചിരുന്നു. സംഘർഷം മുന്നോട്ട് പോകുന്നത് മേഖലയിലെ അത്യാധുനിക ഡേറ്റാ സെന്ററുകളുടെയും IT ഇൻഫ്രാസ്ട്രക്ചറിന്റെയും സുരക്ഷ ഭീഷണിയിലാക്കുകയാണ്. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പദ്ധതികൾക്കായി ഈ മേഖലയിൽ US കമ്പനികൾ ഇതിനകം തന്നെ കോടികൾ മുടക്കിയിട്ടുണ്ട്. ഈ ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ US ടെക് കമ്പനികളെ തങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഈ മേഖലയിലെ സമുദ്രത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്റർനെറ്റ് കേബിളുകളെ ഇറാൻ ലക്ഷ്യമിടുമെന്ന ആശങ്കയും ശക്തമാണ്. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് UDF യൂറോപ്പ് സംഘടിപ്പിച്ച മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടി പ്രവാസി സമൂഹത്തിന്റെ സജീവ പങ്കാളിത്തത്തോടെ ശ്രദ്ധേയമായി സമാപിച്ചു. ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി 10-ന് ഓൺലൈനായി ആരംഭിച്ച പരിപാടി യൂറോപ്പിലെയും മറ്റു വിവിധ രാജ്യങ്ങളിലെയും UDF നേതാക്കന്മാരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും വലിയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. UDF യൂറോപ്പ് ചെയർമാൻ സിറോഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ സണ്ണി ജോസഫ് സ്വാഗതം ആശംസിച്ചു. UDF യൂറോപ്പ് വൈസ് ചെയർമാൻ മുഹമ്മദ് അലി കുനാരി, ജോയിന്റ് കൺവീനർ ടോമി തൊണ്ടംകുഴി, റോമി കുര്യാക്കോസ് എന്നിവർ ഏകോപനമൊരുക്കി. അശ്വതി നായർ നന്ദി അർപ്പിച്ചു. പരിപാടിയിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള UDF സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. AP അനിൽകുമാർ MLA, ആര്യാടൻ ഷൌക്കത്ത് MLA, മാത്യു കുഴൽനാടൻ MLA, ചാണ്ടി ഉമ്മൻ MLA, അപ്പു ജോൺ ജോസഫ്, പഴകുളം മധു, ജ്യോതികുമാർ ചാമക്കാല, ഷിബു തെക്കുംപുറം, VS ജോയ്, AD തോമസ് എന്നിവർ തങ്ങളുടെ മണ്ഡലങ്ങളിലെ വികസന കാഴ്ചപ്പാടുകളും പ്രധാന വിഷയങ്ങളും വിശദീകരിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയ സ്ഥാനാർത്ഥികൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDF-ന് വിജയം ഉറപ്പാണെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും പ്രവാസികളുടെ പിന്തുണ നിർണായകമാണ് എന്നും വ്യക്തമാക്കി. പ്രവാസി മലയാളികൾ ഉയർത്തിയ ചോദ്യങ്ങൾക്കും നിർദ്ദേശങ്ങളും സ്ഥാനാർത്ഥികൾക്ക് നേരിട്ട് മറുപടി നൽകിയതും പരിപാടിയുടെ പ്രധാന ആകർഷണമായി. പ്രവാസ ലോകത്തെ UDF നേതാക്കന്മാരായ അനുരാ മത്തായി, ജോയ് കൊച്ചാട്ട്, UN നസീർ, ഷൈനു ക്ലെയർ മാത്യൂസ്, സണ്ണി വെളിയത്ത്, മുഹമ്മദ് കോട്ടക്കൽ, അബ്ദുൾ അസീസ്, ടോം, യൂറോപ്പിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ജോസ് കുമ്പിളുവേലിൽ, അപ്പച്ചൻ കണ്ണഞ്ചിറ എന്നിവരും പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്ത് സംസാരിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 124 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 93.38 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.14 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.17 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. രാജ്യത്തെ ഇന്ധനവിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറിന് ബുധനാഴ്ച 195.5 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ ഡൽഹിയിൽ 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന്റെ വില 2078.5 രൂപയായി ഉയർന്നു. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ പൊതുമേഖലാ കമ്പനികൾ ഓരോ മാസവും 1-ാം തീയതി വില പരിഷ്കരിക്കാറുണ്ട്. വിമാന ഇന്ധനമായ ATF-ന്റെ വില ചരിത്രത്തിൽ ആദ്യമായി കിലോ ലിറ്ററിന് 2 ലക്ഷം രൂപ കടന്നു. ഡൽഹിയിൽ വിമാന ഇന്ധന വില കിലോ ലിറ്ററിന് 2,73,041.22 രൂപയായി വർദ്ധിച്ചു. നേരത്തെ 2022 റഷ്യ യുക്രൈൻ യുദ്ധകാലത്തുണ്ടായ 1.1 ലക്ഷം രൂപയായിരുന്നു ഇതിനു മുൻപത്തെ ഉയർന്ന നിരക്ക്. ഏറ്റവും കുറച്ചു മാസങ്ങളായി വാണിജ്യ LPG വിലയിലും സമാനമായ വർധനമാണ് ഉണ്ടായത്. മാർച്ച് 1-ന് ശേഷം ഇത് 3-ാം തവണയും ഈ വർഷം ഇത് 5-ാം തവണയുമാണ് വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിപ്പിക്കുന്നത്. പ്രീമിയം ഇന്ധനങ്ങൾക്കും വലിയ രീതിയിൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓയിലിന്റെ XP 100 പ്രീമിയം പെട്രോളിന്റെ വില ലിറ്ററിന് 149 രൂപയിൽ നിന്നും 160 രൂപയായി ഉയർത്തി. കൂടാതെ പ്രീമിയം ഡീസലായ എക്സ്ട്രാ ഗ്രീന്റെ വില ലിറ്ററിന് 92.99 രൂപയായും വർദ്ധിച്ചു. ഹിന്ദുസ്ഥാൻ പെട്രോളിയവും നേരത്തെ തങ്ങളുടെ പ്രീമിയം പെട്രോളിന് ലിറ്ററിന് 2 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ഊർജ്ജ വിതരണ ശൃംഖലയെ ബാധിച്ചതാണ് ഈ വൻ വിലക്കയറ്റത്തിന് പ്രധാന കാരണം. ആഗോള എണ്ണവിലയിൽ ഏകദേശം 50% വർധനവാണ് ഇക്കാലയളവിൽ ഉണ്ടായത്. US ഇറാൻ സംഘർഷം മൂലം ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ ചാഞ്ചാട്ടവും ലോജിസ്റ്റിക് ചിലവുകളിലെ വർധനയും എണ്ണ കമ്പനികളെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതായി കരുതപ്പെടുന്നു. ആഗോളതലത്തിലെ ഈ അസ്ഥിരത വിപണിയെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. വിവാദമായ FCRA ബിൽ ലോക്സഭ ഇന്ന് ചർച്ചയ്ക്കെടുക്കില്ല. സഭ തുടങ്ങിയപ്പോൾ പ്രതിപക്ഷം വൻതോതിൽ പ്രതിഷേധം ഉയർത്തിയതിനു പിന്നാലെയാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. ഇന്ന് പരിഗണിക്കാനായി കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും അവസാന നിമിഷം പരിഗണിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു.
കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ക്രൈസ്തവ സഭകളുടെ എതിർപ്പും പരിഗണിച്ചാണ് ബിൽ പരിഗണിക്കുന്നത് മാറ്റിയതെന്നാണ് സൂചന. പ്രതിപക്ഷം രാവിലെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ബജറ്റ് സമ്മേളനം ഏപ്രിൽ 2-ന് സമാപിക്കും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പ്രതിപക്ഷം രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കിരൺ റിജിജു ആരോപിച്ചു. ബിൽ പരിഗണിക്കുന്നത് കണക്കിലെടുത്ത് കോൺഗ്രസ് എംപിമാരോട് ഇന്ന് അടിയന്തരമായി ഡൽഹിയിലെത്താൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർദ്ദേശം നൽകിയിരുന്നു. മിക്ക കേരള എംപിമാരും പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികളിൽ പലരും തിരഞ്ഞെടുപ്പ് തിരക്കുകളിൽ നിൽക്കുമ്പോൾ ബലമായി FCRA ബിൽ പാസാക്കാനാണ് BJPയുടെ ശ്രമമെന്ന് അദ്ദേഹം ആരോപിച്ചു. ബില്ലിലെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ എംപിമാർ ഡൽഹിയിൽ എത്തണമെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്ത് വിമാന ഇന്ധനത്തിന്റെ കരുതൽ ശേഖരം 2 മാസത്തേക്ക് മാത്രം. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ധനം ലഭിക്കുന്നത് കുറഞ്ഞതിനാൽ വില കൂടുന്നുണ്ട്. ഇക്കാരണത്താൽ വരും ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്ക് വൻതോതിൽ കൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വ്യോമയാന മന്ത്രാലയം ബദൽ മാർഗം തേടി തുടങ്ങി. 60 ദിവസത്തേക്കുള്ള ഇന്ധനമുണ്ടെന്ന് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. ഏപ്രിൽ 1 മുതൽ ഇന്ധനവില കൂടുമെന്നതിനാൽ സംസ്ഥാനങ്ങൾ ഏർപ്പെടുത്തിയ വാറ്റ് കുറയ്ക്കാൻ വ്യോമയാന മന്ത്രാലയം സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം തുടങ്ങി. ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത വാറ്റ് നിരക്കാണ് ഉള്ളത്. UPയിൽ വിമാന ഇന്ധനത്തിന് 1% വാറ്റുകൾ ഡൽഹിയിൽ 25%. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുമായി ഇക്കാര്യം രാംമോഹൻ നായിഡു സംസാരിച്ചതായാണ് വിവരം. ഈ സാഹചര്യം ഡൽഹി മുഖ്യമന്ത്രി മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വ്യോമയാന മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു. ലോകത്തെ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഡൽഹി. 7.9 കോടി പേരാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡൽഹി വഴി യാത്ര ചെയ്തത്. വാറ്റ് കുറയ്ക്കുന്നത് തങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് വ്യോമയാന കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ധന വിലയിൽ കുതിപ്പുണ്ടാക്കിയത് മുതൽ നികുതി ഭാരം കുറയ്ക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടണമെന്ന് വിമാന കമ്പനികൾ മന്ത്രാലയത്തോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. യുദ്ധം തുടങ്ങിയ ശേഷം ആഗോളതലത്തിൽ വിമാന ഇന്ധന വില ഏകദേശം ഇരട്ടിയായി. ഫെബ്രുവരി 27-ന് പ്രതിവാര ശരാശരി വില വീപ്പയ്ക്ക് $99.4 ആയിരുന്നെങ്കിൽ മാർച്ച് 27-ന് $195.19 ഇതോടെ ടിക്കറ്റ് നിരക്കിലും വലിയ വർധനവുണ്ടായി. ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും മുൻ മന്ത്രി G സുധാകരന്റെ നിലപാടുകളെയും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജില്ലയിലെ പാർട്ടി സഖാക്കൾ ഏതെങ്കിലും വ്യക്തിയെ ചാരിയല്ല, മറിച്ച് പ്രസ്ഥാനത്തോടൊപ്പമാണ് ഉറച്ചു നിൽക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സംഭവിക്കുന്ന ഇത്തരം വ്യതിയാനങ്ങൾ വ്യക്തിപരമായ ജീർണതയുടെ ഭാഗമാണെന്നും അത് നിലയ്ക്ക് തന്നെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. പുന്നപ്ര വയലാർ സമരസേനാനികളുടെ മണ്ണായ ആലപ്പുഴ ചരിത്രപരമായ പ്രതിസന്ധികളിലൊക്കെയും പാർട്ടിക്കൊപ്പം ഉറച്ചുനിന്ന ജില്ലയാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇവിടുത്തെ ജനങ്ങൾക്ക് പാർട്ടിയോടുള്ള പ്രതിബദ്ധതയും ആവേശവും വളരെ വലുതാണ്. ദൈനംദിന പാർട്ടി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത സാധാരണ ജനങ്ങൾ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി അത്ഭുതകരമായ രീതിയിൽ അണിനിരക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. G സുധാകരൻ ഉന്നയിച്ച വോട്ട് കണക്കുകളെയും മുഖ്യമന്ത്രി പരിഹസിച്ചു. BJPയിൽ നിന്ന് 5000 വോട്ടും CPMൽ നിന്ന് 15000 വോട്ടും ലഭിക്കുമെന്ന സുധാകരന്റെ അവകാശവാദം കോൺഗ്രസ് നേതാക്കളുമായി ചേർന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. BJPയുടെ വോട്ടുകളെ ആശ്രയിച്ച് ജയിക്കാൻ കണക്കുകൂട്ടുന്നതിലൂടെ അദ്ദേഹം BJPയുടെയും കൂടി സ്ഥാനാർത്ഥിയായി മാറുകയാണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. LDFനെ പരാജയപ്പെടുത്താൻ BJPയുടെ സഹായം തേടുന്നത് കോൺഗ്രസിന്റെയും UDFന്റെയും ഗതികേടാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. അമ്പലപ്പുഴ പോലുള്ള LDF കോട്ടകളിൽ ഇത്തരം കുതന്ത്രങ്ങൾ പയറ്റുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് തുറന്നുകാട്ടുന്നത്. BJP വോട്ട് വാങ്ങാൻ സ്വതന്ത്രവേഷം കെട്ടുന്നത് കോൺഗ്രസിന്റെയും സുധാകരന്റെയും സംയുക്ത തീരുമാനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അവസരവാദികളുടെ നിലപാടുകൾക്ക് ആലപ്പുഴയിൽ ഒരിടത്തും വോട്ട് ലഭിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം ആളുകളെ സ്വീകരിച്ച് പാർട്ടിയെ തകർക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പാകില്ല. പ്രസ്ഥാനത്തിന്റെ കരുത്ത് ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാൻ പ്രാപ്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്ന നിയമമണ്ഡലത്തിലെ മത്സരം SDPI ഇടപെടലോടെ കലങ്ങിമറിയും. ഇടതുപക്ഷം ആവശ്യപ്പെട്ടിട്ടാണ് പിന്തുണ നൽകിയതെന്ന് SDPI പരസ്യമായി സമ്മതിച്ചത് രാഷ്ട്രീയ വിവാദമായി കഴിഞ്ഞു. SDPIയോട് പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന് പിന്നാലെയാണ് CPM പ്രാദേശിക നേതൃത്വം പിന്തുണ തേടിയെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് വെളിപ്പെടുത്തിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ തന്നെ 3 സ്ഥാനാർത്ഥികളും തമ്മിൽ നടക്കുന്ന വാഗ്വാദങ്ങളും വെല്ലുവിളികളും ഇതോടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. പ്രവചനാതീതമായ കടുത്ത മത്സരം നടക്കുന്ന നേമത്തെ വോട്ടർമാരെ പുതിയ വിവാദം എങ്ങനെയൊക്കെ സ്വാധീനിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. നേമത്തെ SDPIക്ക് നിർണായക വോട്ട് ബാങ്ക് ഉണ്ട്. ഇത് LDFനെ പ്രഖ്യാപിച്ചത് 2 മുന്നണികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഒരുപോലെ വിധി നിർണ്ണയിക്കാൻ ശേഷിയുള്ള മണ്ഡലമാണ് നേമം. BJPയെ പരാജയപ്പെടുത്താനാണ് LDFന് പിന്തുണ നൽകുന്നതെന്നാണ് SDPI നേതാക്കളുടെ വാദം. കഴിഞ്ഞ തവണയും പിന്തുണ LDFനായിരുന്നുവെന്നും തങ്ങളുടെ 10,000-ഓളം വോട്ടുകളാണ് വി ശിവൻകുട്ടിയുടെ ജയത്തിന് വഴിയൊരുക്കിയതെന്നും SDPI നേതാക്കൾ അവകാശപ്പെട്ടിരുന്നു. SDPIയുടെ പരസ്യ പ്രഖ്യാപനം ന്യൂനപക്ഷ ഏകോപനത്തിന് ഇടയാക്കുമോ എന്നാണ് മറ്റു മുന്നണികളുടെ ആശങ്ക. ആവശ്യപ്പെട്ടിട്ടാണ് പിന്തുണ നൽകിയതെന്ന SDPIയുടെ വെളിപ്പെടുത്തൽ തിരിച്ചടിയാകുമോ എന്ന ഭീതി LDFനുണ്ട്. ഇത് ഭൂരിപക്ഷ വോട്ടുകളെ അകറ്റുമോ എന്നതാണ് ആശങ്ക. വർഗീയ പാർട്ടി എന്ന് നിരന്തരം ആരോപിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പിന്തുണ LDF തേടിയെന്നത് മറ്റു മുന്നണികൾ ചർച്ചയാക്കി കഴിഞ്ഞു.
10 കൊല്ലം മുൻപ് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ പാർട്ടി ഇന്ന് ജയിക്കാൻ SDPIയുടെ കാലുപിടിക്കുന്നു എന്ന ആരോപണവുമായി BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. LDFിന് അനുകൂലമായ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകോപനം ഉണ്ടായതാണ് കഴിഞ്ഞ തവണ BJPക്ക് തിരിച്ചടിയായത്. 2016 ഒ രാജഗോപാൽ നിയമത്ത് താമര വിരിയിച്ചപ്പോൾ പാർട്ടി വോട്ടുകൾക്ക് പുറമെ നിഷ്പക്ഷ വോട്ടുകളും ലഭിച്ചിരുന്നു. ഈ വോട്ടുകളിലാണ് ഇത്തവണയും BJPയുടെ കണ്ണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സർക്കാർ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചത് കുടുംബത്തോടോ ഉമ്മൻചാണ്ടിയോടോ ആലോചിച്ചല്ല എന്ന് ഭാര്യ മറിയാമ്മ ഒരു ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അവർ. ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് ആരൊക്കെയെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചാണ്ടി ഉമ്മന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കടുംവെട്ടിടാനായിരുന്നു ശ്രമം. അത് വിജയിച്ചില്ല എന്നും മറിയ കൂട്ടിച്ചേർത്തു. ചാണ്ടി ഉമ്മൻ മന്ത്രിയാകണമെന്ന ആഗ്രഹമൊന്നും തനിക്കില്ല. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കണം. മറ്റു കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. UDF അധികാരത്തിൽ വരും. മറിയയുടെ മത്സരം സംബന്ധിച്ച് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ തന്നെ അഭിപ്രായമാണ് എന്നും അവർ വ്യക്തമാക്കി. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ യോഗ്യതാ റൗണ്ടിൽ തകർപ്പൻ ജയവുമായി ഇന്ത്യ. ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ ഹോങ്കോങ്ങിനെയാണ് ഇന്ത്യ കീഴടക്കിയത്. കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ 1-2 ഗോളിനാണ് ഇന്ത്യയുടെ ജയം. അരങ്ങേറ്റത്തിൽ ഇന്ത്യൻ വംശജനായ റയാൻ വില്യംസ് ഗോളടിച്ച് ചരിത്രമെഴുതി. ടൂർണമെന്റിൽ ഇന്ത്യ യോഗ്യത നേടാൻ കഴിയാതെ നേരത്തെ പുറത്തായിരുന്നു. മത്സരം ആരംഭിച്ച് 4ാം മിനിറ്റിൽ തന്നെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇരമ്പിയാർത്തു. ഹോങ്കോങ് പ്രതിരോധത്തെ കീഴ്മുറിച്ച് ഇന്ത്യ ലക്ഷ്യം കണ്ടു. അരങ്ങേറ്റത്തിൽ തന്നെ വല ഉലുക്കി റയാൻ വില്യംസ് ആരാധകരെ ത്രസിപ്പിച്ചു. ഇന്ത്യയുടെ കിടിലൻ കൗണ്ടർ അറ്റാക്കിനൊപ്പമാണ് ഗോൾ പിറന്നത്. പെനാൽറ്റി ബോക്സിലേക്ക് കുതിച്ച മൻവീർ സിംഗ് ഹോങ്കോങ് പ്രതിരോധ നിരയെ മറികടന്ന് പന്ത് വലതു വിങ്ങിൽ നിന്ന് പോസ്റ്റിലേക്ക് നീട്ടി. റയാൻ വില്യംസ് അനായാസം പന്ത് ലക്ഷ്യത്തിലെത്തിച്ചു. അതോടെ ഇന്ത്യ തുടക്കത്തിൽ തന്നെ മുന്നിലെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ ഭക്ഷ്യവില ഉയരാനും അവശ്യ വസ്തുക്കളുടെ ക്ഷാമമുണ്ടാകാനും സാധ്യത. വിലവർധന ഉണ്ടാകുന്നത് മിഡിൽ ഈസ്റ്റ് സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ ഇന്ധന ചെലവുകൾ കുത്തനെ ഉയർന്ന പശ്ചാത്തലത്തിൽ. പ്രതിസന്ധിയിൽ രാജ്യത്തെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളായ ടെസ്കോ, സാനിസ്ബറി, മൊറിസൺ എന്നിവയുടെ മേധാവികളുമായി ചാൻസലർ റേച്ചൽ റീവ്സ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സർക്കാരിന്റെ ലക്ഷ്യം വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഭാവിയിൽ ഉണ്ടാകാവുന്ന ആഘാതങ്ങളും നിയന്ത്രിക്കുക. വേനൽക്കാലത്തോടെ വില വർദ്ധിക്കാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ. സ്കോട്ടിഷ് പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ റിഫോം UK ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി മാറുമെന്ന് പുതിയ സർവേ ഫലം. നൈജൽ ഫരാജിന്റെ പാർട്ടി സ്കോട്ടിഷ് പാർലമെന്റിൽ 19 സീറ്റുകൾ കരസ്ഥമാക്കും. ലേബർ പാർട്ടിക്ക് 18 സീറ്റുകളും കൺസർവേറ്റീവ് പാർട്ടിക്ക് 13 സീറ്റുകളും സ്കോട്ട്സ് ഗ്രീൻസിന് 10 സീറ്റുകളും ലിബറൽ ഡെമോക്രാറ്റുകൾക്ക് 7 സീറ്റുകളും ലഭിക്കുമെന്ന് സർവേ പ്രവചനം. മെയ് 7 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ SNP 62 സീറ്റുകൾ നേടുമെന്നും റിപ്പോർട്ട്. പുറത്തു വന്നത് 1000-ലധികം സ്കോട്ടിഷ് വോട്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സർവേഷൻ നടത്തിയ അഭിപ്രായ സർവേയുടെ ഫലം. UK-യിൽ കെയർ സ്റ്റാർമർ സർക്കാരിന് തലവേദന സൃഷ്ടിച്ച ഡോക്ടർമാരുടെ സമരം ശക്തമാക്കാൻ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ. ശമ്പള തർക്കത്തിൽ സീനിയർ ഡോക്ടർമാർക്ക് പുറമെ കൺസൾട്ടന്റുമാർ മുതൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ വരെ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ നീക്കം. റെസിഡന്റ് ഡോക്ടർമാർ ഏപ്രിൽ 7 മുതൽ 13 വരെ 6 ദിവസം പണിമുടക്കും. ഈസ്റ്റർ സമയത്ത് ആരോഗ്യ മേഖലയിൽ കടുത്ത പ്രതിസന്ധി. രോഗികളും NHS ജീവനക്കാരും കടുത്ത പ്രതിസന്ധി. ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്നും പിന്മാറ്റം പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധത്തിൽ നിന്നും പിന്മാറുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ഔദ്യോഗിക ഉടമ്പടികൾക്ക് കാത്തു നിൽക്കാതെ അധിനിവേശം ഉടൻ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വൈറ്റ് ഹൌസ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കത്തിന് സുരക്ഷയൊരുക്കാൻ ഇനി മറ്റു രാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്നും അമേരിക്കയുടെ താൽപര്യങ്ങൾ മാത്രമാണ് തനിക്ക് പ്രധാനമെന്നും ഡൊണാൾഡ് ട്രംപ്. US-ന്റെ പെട്ടെന്നുള്ള പിന്മാറ്റം അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക ചലനങ്ങൾക്ക് കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് US എത്രയും പെട്ടെന്ന് പിന്മാറണമെന്ന് അമേരിക്കക്കാരിൽ ഭൂരിഭാഗം പേരും കരുതുന്നതായി അഭിപ്രായ സർവേ റിപ്പോർട്ട്. അമേരിക്കക്കാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് റോയിട്ടേഴ്സ് ഇംസോസ് അഭിപ്രായ സർവേയിൽ. US എത്രയും പെട്ടെന്ന് സംഘർഷം അവസാനിപ്പിക്കണമെന്ന് സർവേയിൽ അഭിപ്രായപ്പെട്ടത് 66% പേർ. സംഘർഷം ദീർഘകാലം തുടർന്നാലും ലക്ഷ്യങ്ങളെല്ലാം നേടുന്നതുവരെ സൈനിക ഇടപെടൽ തുടരണമെന്ന് 27% പേർ. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ അടിത്തറയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് സർവേയിൽ സൂചന. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ വൻകിട അമേരിക്കൻ കമ്പനികൾക്കെതിരെ മുന്നറിയിപ്പുമായി ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാന്റെ മുന്നറിയിപ്പ് ലഭിച്ചത് മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ, ഇന്റൽ, ബോയിങ് തുടങ്ങിയ കമ്പനികൾക്ക്. US-ഉം ഇസ്രായേലും നടത്തുന്ന കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും അമേരിക്കൻ IT കമ്പനികൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് IRGC. ഇറാനിൽ നടത്തുന്ന ഓരോ ഭീകരവാദ പ്രവർത്തനത്തിനും പകരമായി കമ്പനികളുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് IRGCയുടെ മുന്നറിയിപ്പ്. ഗൾഫ് മേഖലയിലെ US കമ്പനികളുടെ നിക്ഷേപം പ്രതിസന്ധിയിലാകും. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. രാജ്യത്തെ ഇന്ധനവിലയിൽ വൻ വർധനവ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറിന് ബുധനാഴ്ച വർദ്ധിപ്പിച്ചത് 195.5 രൂപ. വിമാന ഇന്ധനമായ ATF-ന്റെ വില ചരിത്രത്തിൽ ആദ്യമായി കിലോ ലിറ്ററിന് 2 ലക്ഷം രൂപ കടന്നു. വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിപ്പിക്കുന്നത് മാർച്ച് 1 ശേഷം ഇത് 3ാം തവണ.
പ്രീമിയം പെട്രോളിന്റെ വില ലിറ്ററിന് 149 രൂപയിൽ നിന്ന് 160 രൂപയായി ഉയർത്തി. വൻ വിലക്കയറ്റത്തിന് പ്രധാന കാരണം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ഊർജ്ജ വിതരണ ശൃംഖലയെ ബാധിച്ചത്. മുൻ CPM നേതാവും മന്ത്രിയുമായിരുന്ന G. സുധാകരന്റെ നിലപാടുകളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി സഖാക്കൾ ഏതെങ്കിലും വ്യക്തിയെ ചാരിയല്ല, മറിച്ച് പ്രസ്ഥാനത്തോടൊപ്പമാണ് ഉറച്ചു നിൽക്കുന്നതെന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സംഭവിക്കുന്ന ഇത്തരം വ്യതിയാനങ്ങൾ വ്യക്തിപരമായ ജീർണതയുടെ ഭാഗമാണെന്നും മുഖ്യന്റെ പ്രതികരണം. BJP-യിൽ നിന്ന് 5000 വോട്ടും CPM-ൽ നിന്ന് 15000 വോട്ടും ലഭിക്കുമെന്ന സുധാകരന്റെ അവകാശവാദം കോൺഗ്രസ് നേതാക്കളുമായി ചേർന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് മുഖ്യന്റെ ആരോപണം. BJP-യുടെ വോട്ടുകളെ ആശ്രയിച്ച് ജയിക്കാൻ കണക്ക് കൂട്ടുന്ന G. സുധാകരൻ BJP-യുടെയും കൂടി സ്ഥാനാർത്ഥിയാണ് എന്ന് മുഖ്യമന്ത്രി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.